ഷംസീർ, നേരത്തെ അവിടെ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. നമസ്കാരം തുടങ്ങിയോ? ജിൽസി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ട് പള്ളികൾ അടുത്തടുത്തുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന്. കടലുണ്ടി കോർണേഴ്സ് ജുമാ മസ്ജിദിലായിരുന്നു നേരത്തെ നമ്മൾ ആദ്യം പെരുന്നാളായി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കടലുണ്ടിയിൽ തന്നെ തെക്കുംപാട് മഹൽ മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ്. ഇവിടെ TP അബ്ദുള്ള കോയ മദനിയാണ് പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പള്ളിയിൽ നിസ്കാരം പൂർത്തിയായി ഇനി പ്രഭാഷണം നടക്കുകയാണ്. TP അബ്ദുള്ള കോയ മദനി പെരുന്നാൾ സന്ദേശം വിശ്വാസികൾക്ക് നൽകുന്നു. ഒപ്പം തന്നെ ഈ പെരുന്നാളിൻ്റെ ഈ ത്യാഗപൂർണമായ ആ ഓർമ്മകൾ വീണ്ടും വിശ്വാസികളിലേക്ക് പകരുകയാണ്. ഈ പ്രഭാഷണത്തിന് ശേഷമായിരിക്കും വിശ്വാസികൾ പള്ളിയിൽ നിന്ന് പിരിയുകയും പിന്നീട് ബലികർമ്മം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങുകയും ചെയ്യും. നേരത്തെ ഷിജയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ ബലി പെരുന്നാളും. വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി, ദൈവം എന്തു പറയുന്നോ അതനുസരിക്കാൻ സന്നദ്ധനായ ഒരു വിശ്വാസി. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനെ ബലി കഴിക്കാൻ വേണ്ടി ദൈവം നിർദ്ദേശിച്ചപ്പോൾ അതിന് സന്നദ്ധനായ ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതത്തെ, ആ സന്നദ്ധതയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് വിശ്വാസി അതേ അളവിൽ തന്നെ തങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുത്തേണ്ടതുണ്ട് എന്ന തരത്തിൽ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ ബലി പെരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശം. അത്തരം സന്ദേശങ്ങൾ തന്നെയാണ് ഇത്തരം ബലി പെരുന്നാൾ പ്രഭാഷണങ്ങളിലും നിസ്കാരത്തിന് ശേഷമുള്ള പ്രഭാഷണങ്ങളിലും ഉസ്താദുമാർ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നത്. ബലി പെരുന്നാൾ സവിശേഷമായി അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഘോഷപൂർണ്ണമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ വീടുകളിലേക്ക് മടങ്ങുന്നു, സുഹൃത്തുക്കളുടെ വീടുകളിലെത്തി സൗഹൃദം പുതുക്കുന്നു, കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകൻ പഠിപ്പിച്ച കാര്യം കൂടിയാണ്. അത് പെരുന്നാൾ ദിവസം സവിശേഷമായി ചെയ്യണമെന്ന നിർദ്ദേശം കൂടി പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അത് ഈ പെരുന്നാൾ ദിവസം വിശ്വാസികൾ അതുപോലെ തന്നെ കുടുംബബന്ധം പുലർത്തിക്കൊണ്ട് കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നീങ്ങും. മറ്റൊന്ന് ബലികർമ്മമാണ്. ഈ പ്രവാചകൻ ഇബ്രാഹിമിനോട് മകനെ ബലി കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന് സന്നദ്ധനായതിനു ശേഷം ദൈവം അതിൽ നിന്ന്, അതായത് ബലി കൊടുക്കേണ്ടതില്ല, മറ്റൊരു മൃഗത്തെ ബലി കഴിച്ചാൽ മതി എന്നാണ് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് പെരുന്നാൾ ദിവസം വിശ്വാസികൾ ബലികർമ്മങ്ങളിലേക്ക് നീങ്ങുക. അത് ഈ പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വാസികൾ അതിലേക്ക് നീങ്ങുക. അതും ഓരോ മഹല്ലുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നടക്കുക എന്നുള്ളതാണ്. കൂട്ടായി ആളുകൾ ബലികർമ്മങ്ങളിലേക്ക് നീങ്ങും. മറ്റൊന്ന്, ഈ ബലി പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകൾ കുറവാണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേക ഈ കാലാവസ്ഥയിൽ കാലവർഷം ശക്തമായ ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ന് മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി കാലവർഷത്തിൻ്റെ സാഹചര്യത്തിലാണ് പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബീച്ചിലുൾപ്പെടെ വലിയ തോതിലുള്ള ഈദ്ഗാഹുകൾ, വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഈദ്ഗാഹുകളൊക്കെ നടക്കാറുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് ഈദ്ഗാഹുകൾ നടക്കുന്നത്. പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പള്ളിയിൽ, കടലുണ്ടി തെക്കുംപാട് മഹൽ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഇപ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. TP അബ്ദുള്ള കോയ മദനി, കേരളം സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഈ ബലി പെരുന്നാൾ സന്ദേശം വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈ പ്രഭാഷണം കൂടി കഴിയുമ്പോൾ മാത്രമാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാവുക. സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെ ആദ്യം പ്രഭാഷണവും പിന്നീട് നമസ്കാരവുമാണെങ്കിൽ ഈ പെരുന്നാൾ ദിനത്തിൽ ആദ്യം നമസ്കാരവും അതിനുശേഷം പ്രഭാഷണവുമാണ്. ആ പ്രഭാഷണം കൂടി കഴിഞ്ഞതിന് ശേഷം ആണ് വിശ്വാസികൾ പള്ളിക്ക് പുറത്തേക്ക് നീങ്ങുക. പള്ളിക്ക് പുറത്ത് നീങ്ങിക്കഴിഞ്ഞാൽ മധുര വിതരണവും അതുമായി ബന്ധപ്പെട്ട സന്തോഷ പ്രകടനവും ഒപ്പം ഹസ്തദാനം ചെയ്തുകൊണ്ട് ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് വിശ്വാസികൾ പരസ്പരം അവരുടെ സൗഹൃദം വീണ്ടും പുതുക്കുന്ന കാഴ്ച കൂടി കാണുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഘോഷപൂർവ്വം കുട്ടികൾ കൊണ്ടാടുന്ന ദിവസമാണ്. പുതിയ വസ്ത്രമൊക്കെ ഇട്ട് കൂട്ടുകാരോടൊപ്പം കളിക്കാനും കൂട്ടുകാരുടെ വീടുകളിൽ പോകാനൊക്കെ സമയം കണ്ടെത്തുന്ന ദിവസം കൂടിയാണ്. ഇതും പറയും. എന്താ പേരെന്താ? അയാസ്. എങ്ങോട്ടാ പോകുന്നത്? എന്താ വീട്ടിലെന്താ ആഘോഷമൊക്കെ? പായസമൊക്കെ വെച്ചിട്ടുണ്ടോ? പായസം എന്താ? ഉച്ചക്ക് എന്താ ഭക്ഷണം? ബിരിയാണിയാണോ? കൂട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ.